കൂട്ടുകാരെ, നമ്മളിന്ന് നിൽക്കുന്നത് ബാണാസുര സാഗർ ഡാമിൽ നിൽക്കുന്നത്. ഏഷ്യയിലെ ആദ്യത്തെ മണ്ണ് ഡാമാണ്, ഏറ്റവും വലിയ ഡാമാണ്. അത് വയനാട് ജില്ലയിലെ പനമരത്തിനടുത്ത് അല്ലെങ്കിൽ മാനന്തവാടിക്ക് അടുത്ത പടിഞ്ഞാറത്തറ എന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. വളരെ പ്രകൃതി രമണീയമായ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നാല് വശവും വളരെ വലിയ കുന്നുകൾ ഒക്കെ നിറഞ്ഞ വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലമാണ്. എന്നിട്ട് അത് ഇവിടെ വന്നാണ് നല്ല മലയൊക്കെ ഉണ്ട് ഗൈസ്. നല്ല ഉഗ്രയാണ്. എല്ലാവരും ഇവിടെ വന്ന് കാണണം. സോളാർ പാനലാണ് ഗൈസ്. കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഉൽപ്പാദിപ്പിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകുന്നുണ്ട്. ഇത് ഇതേപോലത്തെ സോളാർ പാനലാണ്. ഇതിൽ നിന്ന് കറണ്ട് ഉൽപ്പാദിപ്പിച്ച് ഇലക്ട്രിസിറ്റി ബോർഡിന് നൽകുന്നുണ്ട് ഗൈസ്. പറഞ്ഞു എല്ലാം കൊണ്ടും വളരെ സുന്ദരമായ ഒരു കാഴ്ചയാണ്. പറയൂ. ഇങ്ങോട്ട് നോക്കി സിപ്ലൈൻ സർവീസ് ഉണ്ട്. അവിടെ നടുക്കൊരു പാർക്കുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇറങ്ങി ഓടാൻ തോന്നും. പക്ഷെ ഇങ്ങോട്ട് ഇതിന്റെ അപ്പുറത്തോട്ട് ഇല്ല, പ്രവേശനമില്ല. അതുകൊണ്ടാണ് പുറകോട്ട് നടക്കും. പറഞ്ഞോ. നമുക്കിവിടെ അടുത്ത് കുമ്പാലക്കോട്ട സൂര്യോദയം ഒരു 5:30 മണിക്ക് ചെന്നാൽ, ഒരു 5:30 മണിയാകുമ്പോൾ ചെന്നാൽ സൂര്യോദയം കാണാൻ കഴിയും. മൈന പറക്കുന്നുണ്ട്. പാലക്കോട്ട നിർബന്ധമായും കണ്ടിരിക്കണം. നിർബന്ധമായിട്ട് നിങ്ങൾ വയനാട്ടിൽ വരുവാണ് എന്തായാലും പാലക്കോട്ട സാഗർ ഡാം, ദ്വീപ്. പക്ഷേ അവിടെ അങ്ങേറ്റത്തുനിന്ന് ഇങ്ങോട്ട് ആരും ഓടാൻ പറ്റില്ല. ഓടാൻ നോക്കിയാൽ പിന്നെ നമ്മുടെ ജീവിതം നമ്മൾ അണച്ചണച്ച് ഈ കടലിൽ അല്ലേ വെള്ളം മൊത്തം കുടിക്കാൻ നല്ല രസമുണ്ട് കാണാൻ. കിളികള് വലിയൊരു ഹോട്ടലാണ് അവിടെ. അവിടെ ആ കുന്നു പോലെ കാണുന്നില്ലേ ഗൈസ്? ആണ്ടേ
ഗൈസ്. കാറ്റും കൊണ്ട് ഇങ്ങനെ നടക്കാൻ നല്ല രസമാണ്. വേറെ ഇവിടെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പോയി. അങ്ങോട്ട് എത്തി എല്ലാവരും, താഴെ എത്തി എല്ലാവരും. ഗൈസ്, നിങ്ങൾ എങ്ങോട്ടാണ് ഗൈസ്? നിങ്ങൾ കോട്ടയം ഡാമും കണ്ടിരിക്കണം ഗൈസ്. ഇടയ്ക്കിടയ്ക്ക് ഗൈസ് എനിക്കൊന്നും കയറാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഡാമിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? വളരെ ഇഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് പറയാനുള്ളത്? അടിപൊളി. നല്ല രസമാണ്. നമുക്ക് ക്യാമറമാൻ്റെ കൈ കൊടുക്കാം. ക്യാമറമാൻ എന്താണ് പറയാനുള്ളത്? വളരെ സുന്ദരമായ വളരെ നല്ലൊരു അനുഭവമായിരുന്നു. ഈ കാഴ്ചകൾ വളരെ സുന്ദരമായ മലകളും പിന്നെ പ്രകൃതി രമണീയമായ വളരെ സുന്ദരമായ സ്ഥലമാണ്. ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ മിസ്സാക്കാൻ പറ്റാത്ത ഒരു ദൃശ്യാനുഭൂതിയാണ് ഇവിടുന്ന് ലഭിക്കുന്നത്. അതുകൊണ്ട് നിർബന്ധമായും എല്ലാവരും ബാണാസുര സാഗർ ഡാം സന്ദർശിച്ചിരിക്കണം. ഓക്കെ, നല്ല രസം. ക്യാമറമാൻ്റെ തന്നെ കൊടുക്കാൻ തിരിച്ച് ഓക്കെ. നല്ല രസമുണ്ട്. മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം അത്രയ്ക്ക് കാറ്റായിരുന്നു. ഇവിടെ ബോട്ടുണ്ട്, പിന്നെ ബോട്ടിൽ ഇങ്ങനെ പോകാൻ പറ്റും. പിന്നെ ഒരു കടൽ സൈക്കിളുണ്ട്, ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് പോകാൻ വെള്ളത്തിൽ കൂടെ പോകാൻ. അതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണം. ഓക്കെ മതി. ഓക്കെ, കാണാം. വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഇത് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.